അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. എത്ര സമയമായിടാ നിന്നെ കാത്തു നിൽക്കുന്നു. നിനക്കൊന്ന് ടൗണിലേക്ക് വന്നൂടെ? എന്തിനാടാ? നീ പോയി സമയം നോക്കടാ, മദ്രസയിലേക്ക് പോണ്ടേ. അല്ലാ, ഞാൻ മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന്. ഡാ പൊട്ട, നാളെയാണ് വെള്ളിയാഴ്ച, ഇന്ന് ശനിയാഴ്ചയാണ്. നീങ്ങുവാ. ഞാനില്ല, ഞാൻ ഉസ്താദിനോട് പറഞ്ഞു പനിയാണ്. നിനക്ക് പനിയൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഉസ്താദിനോട് കളവ് പറയുന്നത്? ആ ഉസ്താദ് കണ്ടാൽ തന്നെ പിരാന്ത് പിടിക്കും. അതെന്തിനാടാ ഉസ്താദിനെ കാണുമ്പോൾ പിരാന്ത് പിടിക്കുന്നത്? നമ്മൾക്കറി പഠിപ്പിച്ചു തരുന്ന ആളല്ലേ. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്നലെ ഉസ്താദ് നല്ല ഒന്ന് തള്ളി. ആ ദേഷ്യമായി എനിക്ക് ഉസ്താദിനോട്. നമ്മൾ പഠിച്ചിട്ടില്ലേ ഉസ്താദിന്റെ അടി കൊള്ളുന്ന സ്ഥലം സ്വർഗത്തിലാണെന്ന്? ഓ പിന്നെ, എന്നാ പിന്നെ ശരി. അടി മേടിച്ച് സ്വർഗത്തിൽ പോയപ്പോഴെ വെറുതെ എന്തിനാ നോമ്പ് നിസ്കാരം അനുഷ്ഠിക്കുന്നത്? പറയേ. കട അങ്ങനെ ഒരു തമ്മലേ ഓ പിന്നെ, എന്നാ പിന്നെ അടി മേടിച്ച് സ്വർഗത്തിൽ പോയ പോലെ വെറുതെ എന്തിനാ നോമ്പ് നിസ്കാരം അനുഷ്ഠിക്കുന്നത്? ഈ മണ്ടയോട് ഞാൻ പറഞ്ഞ നീ പോയി മാച്ചു ആ മദ്രസയിലേക്ക് പോവാം. ഞാൻ മാറ്റി വരാം. അവിടെ പോവാ. പോകാം. നീ വീട്ടിൽ മടി പിടിച്ചിരിക്കുകയാണ്. അതെന്തിനാടാ നീ അങ്ങനെ പറയുന്നേ? നീ വാർത്തയൊന്നും കാണാറില്ലേ? ഞാനോ ഫോണെടുത്ത ഇൻസ്റ്റഗ്രാം നോക്കാൻ പോലും സമയം കിട്ടാറില്ല. പിന്നെയല്ല വാർത്ത. ഇവന്റെ ഇഷ്ട മനുഷ്യന്മാരെ കളിപ്പിക്കാൻ വേണ്ടി നീ പോയി വലിയ ആടിന് മേക്കാൻ നോക്ക്. കൊണ്ടുപോയിട്ടോ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താടാ, വലിയ പെണ്ണു സെറ്റായോ? ശിവന്റെ ഒരു പെണ്ണ്. അതൊന്നും അല്ലടാ. പിന്നെ എന്താ? എന്റെ ഇപ്പൊ എന്നെ വലിയ ഉസ്താദാക്കണം പണ്ട് പറയുന്നുണ്ട്. നല്ല കാര്യം. അതിന് പറ്റിയ കോളേജ് എനിക്കറിയാം. അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? അവിടുത്തെ ഫുഡ് കഴിച്ചാൽ തടി ഉറപ്പാ. അങ്ങനെ പറയാ. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്നോട് പറയാം. നമ്മൾക്ക് മനസ്സിൽ കയറാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.